ഞാനിങ്ങനെ ഈവനിങ് ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞ് ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബണ്ണ് ഉണ്ടാക്കിയാലോ. നമ്മളപ്പം മസ്ക ബണ്ണ് ഉണ്ടാക്കാൻ പോവാണ്. മസ്ക ബണ്ണും ഇറാനി ചായ. ആദ്യം നമ്മൾ നല്ല കടുപ്പത്തിൽ തേയിലവെള്ളം തിളപ്പിച്ച് വെക്കണം. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ പാല് നമ്മൾ വെള്ളം ചേർക്കാത്ത നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇറാനി ചായ വെച്ചു എന്ന് വെച്ചാല് നല്ല കടുപ്പത്തിൽ വെള്ളം തിളപ്പിച്ച് ഏലക്കായ ഇട്ടിട്ട് മാറ്റി വെക്കുക. പിന്നെ പാല് നന്നായിട്ട് കുറുകി മിൽക്ക് മെയ്ഡ് ഇട്ട് നന്നായിട്ട് വറ്റിച്ച് അതും വെക്കുക. ഇനിയിപ്പോൾ ബണ്ണിനുള്ള ക്രീം സെറ്റ് ആക്കണം. ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് നമുക്ക് ബണ്ണ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം രണ്ട് സൈഡും. നമ്മുടെ ബട്ടർ ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചൂടാക്കി വെച്ച ബണ്ണ് രണ്ടായിട്ട് മുറിച്ചിട്ട് ആവശ്യത്തിന് ക്രീം രണ്ട് സൈഡിലും തേച്ച് കൊടുക്കാം. അതിന്റെ ഫിനിഷിംഗ് ഒന്നും നോട്ട് പെർഫെക്റ്റ്, ബട്ട് ടേസ്റ്റ് അടിപൊളിയായിരിക്കും അതിന്റെ നിഗമനം. ഗൈസ്, ഇനി നമുക്ക് നല്ല കടുപ്പത്തിൽ ഏലക്കായിട്ട് തിളപ്പിച്ച് തേയില വെള്ളത്തിലേക്ക് വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് വറ്റിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ പാലൊഴിച്ച് കൊടുക്കാം. കടുപ്പുണ്ട്, എന്റെ കടുപ്പില്ല. കട്ടൻ കുറച്ച് കുടിക്കും. നല്ലതാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് മുക്കിയ കഴിക്കാനല്ലേ? ആണോ? ഇഷ്ടം പോലെ ചെയ്തു. കൊള്ളാം, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ. ഫസ്റ്റ് ഇറാനി ചായ ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം. കൊള്ളാം ഗൈസ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബൺമസ്കയും ഇറാനി ചായയും നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ബൺമസ്ക നമ്മൾ കഴിച്ചിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കണം. അതുകൊണ്ട് ഇതിന് ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, ബൈ. ഒരു രസത്തിന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്തോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ.